Next topic is mechanism of muscle contraction. Mechanism of muscle contraction is a very important topic. ഒരുപാട് തവണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ എസ് എ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റെപ്സ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ, നമുക്ക് ഫസ്റ്റ് മസിൽ കോൺട്രാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് തൊട്ട് തുടങ്ങാം. Initiation of muscle contraction. How a muscle contraction initiates in a muscle. Okay. ആക്ച്വലി മസിൽ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെർവിൽ നിന്നുള്ളൊരു ഇമ്പൾസ് വരുമ്പോഴാണ്. നെർവിൽ നിന്നാണ് വരുന്നത്. നെർവിൽ നിന്ന് മസിലിലേക്ക് ഒരു ഇമ്പൾസ് വരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇനീഷ്യേഷൻ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഈച്ച് മസിൽ ഫൈബർ ഈസ് ഇനർവേറ്റഡ് ബൈ എ സിംഗിൾ മോട്ടോർ ന്യൂറോൺ. ഓക്കെ, ഒരു മോട്ടോർ ന്യൂറോൺ എന്ന് പറയുമ്പോൾ മസിലായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ന്യൂറോൺ, മസിലിനെ ഇനർവേറ്റ് ചെയ്യുന്ന ന്യൂറോണാണ് മോട്ടോർ ന്യൂറോൺ. ഓക്കെ, സോ ഈച്ച് മസിൽ ഫൈബർ ഈസ് ഇനർവേറ്റഡ് ബൈ എ സിംഗിൾ മോട്ടോർ ന്യൂറോൺ. ദാറ്റ് സിംഗിൾ മോട്ടോർ ന്യൂറോൺ ഫോം ന്യൂമറസ് ബ്രാഞ്ചസ്. ഓക്കെ, സോ ദീസ് ബ്രാഞ്ച് അറ്റാച്ചസ് ടു എ മസിൽ. ഓക്കെ, സോ എ motor neuron comes and it forms so many branches and that branches connected to a muscle. സോ നമുക്ക് കുറച്ച് ടേമുകൾ പഠിക്കാനുണ്ട്. ഒരു ടേമാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. വാട്ട് യു മീൻ ബൈ മോട്ടോർ എൻഡ് പ്ലേറ്റ്? മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റീജിയൻ ഓഫ് സാർക്കോലെമ ദാറ്റ് ലൈസ് ഡയറക്ട്ലി അണ്ടർ ദി ആക്സോൺ ടെർമിനൽ. ഇപ്പോൾ ഇങ്ങനെ ഒരു മോട്ടോർ ന്യൂറോണിൻ്റെ ബ്രാഞ്ച് വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന, അതിനോട് ക്ലോസ് ആയിട്ട് കാണുന്ന സാർക്കോലെമ പറയുന്ന മസിലിൻ്റെ പാർട്ടാണല്ലോ, സാർക്കോലെമയുടെ ആ പെർട്ടിക്കുലർ റീജിയണിനെ, അപ്പോൾ ഒരു ആക്സോൺ ടെർമിനലുമായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്ന മസിലിൻ്റെ സാർക്കോലെമയാണ് എന്ത് വിളിക്കുക? മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ദ റീജിയൻ ഓഫ് സാർക്കോലെമ ദാറ്റ് ലൈസ് ഡയറക്ട്ലി അണ്ടർ ദി ആക്സോൺ ടെർമിനൽ. ഈ പിക്ചറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ വരുന്നത് ഇത് ഒരു ന്യൂറോണാണ് അല്ലേ, ഇതിൻ്റെ ആക്സോൺ ടെർമിനലാണ് ഇവിടെ വരുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ റീജിയനാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. സാർക്കോലെമയുടെ റീജിയനെ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് വിളിക്കുന്നു. വാട്ട് യു മീൻ ബൈ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ? അനദർ ടേം ഈസ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ മീൻസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് മസിൽ. Neuromuscular junction between neuron and muscle. Okay, so the junction where a axon terminal connects to a muscle, മസിലിൻ്റെ സാർക്കോലെമയായിട്ട് മോട്ടോർ എൻഡ് പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ജംഗ്ഷനെയാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് വിളിക്കുക. സോ എ മോട്ടോർ ന്യൂറോൺ പ്ലസ് ടോട്ടൽ മസിൽ ഫൈബർ, ഇറ്റ് ഈസ് കോൾഡ് എ മോട്ടോർ യൂണിറ്റ്. അനദർ ടേം ഈസ് മോട്ടോർ യൂണിറ്റ്. എ മോട്ടോർ ന്യൂറോൺ and it forms so many branches and connected to muscle fibers, all together called a motor unit. Okay, so different words. One is motor end plate. Motor end plate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, what do you mean by motor end plate? The region of sarcolemma that lies directly under the axon terminal. Motor end plate. Neuromuscular junction means the junction between neuron and muscle. Okay, sarcolemma, motor end plate of muscle and motor neuron, the branches of motor neuron that together form a junction. That junction is called a neuromuscular junction. And motor unit. What do you mean by motor unit? Motor neuron plus total muscle fiber together called motor unit. Next, ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് പോയിന്റ്, an impulse, a signal, a neural signal that is generated in a or come from a neuron. Okay, and reaches its axon terminal. And finally, neural signal reaches neuromuscular junction. From the axon terminal, it enter into neuromuscular junction. So, neural signal reaches neuromuscular junction. That is the first point. അപ്പോൾ ഒരു സിഗ്നൽ വരുന്നു, അത് ന്യൂറോണിൽ നിന്നാണ് വരുന്നത്, ആക്സോൺ ടെർമിനലിൽ എത്തുന്നു. ആക്സോൺ ടെർമിനലിൽ നിന്ന് അടുത്ത് മസിലിലേക്ക് കടക്കാൻ പോവാണ്. മസിലിൻ്റെ സാർക്കോലെമ മോട്ടോർ എൻഡ് പ്ലേറ്റ് ആ റീജിയനിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനാണ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സിഗ്നൽ. ന്യൂറൽ സിഗ്നൽ റീച്ചസ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. When it reaches neuromuscular junction, the signal releases a neurotransmitter into the synaptic space. ആ ജംഗ്ഷനിൽ കാണുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് സ്പേസ്. ന്യൂറോണിന് മസിലിൻ്റെ ഇടയിലുള്ള ആ സ്പേസിൻ്റെ പേരാണ് synaptic space. Okay, so when the neural signal reaches neuromuscular junction, what will happen? The signal releases a neurotransmitter called acetylcholine. Acetylcholine is released from the axon terminal.
Okay, so an acetylcholine is released into the synaptic space. The second step, a third step, what happened? Acetylcholine, when it released into the synaptic space, these acetylcholine molecules bind with the acetylcholine receptors. Where these acetylcholine receptors are located, these receptors are seen on the membrane, sarcolemma, motor end plate കാണുന്ന receptors ആണ് acetylcholine receptors. ഓക്കെ, സോ ഈ പിക്ചർ ഒന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇതാണ് ആക്സോൺ ടെർമിനൽ. ഓക്കെ, ആക്സോൺ ടെർമിനൽ, ഈ റീജിയൻ. ആക്സോൺ ടെർമിനൽ കണ്ടെയ്ൻ സോ മെനി സിനാപ്റ്റിക് വെസിക്കിൾസ്. ഓക്കെ, വെൻ എ സിഗ്നൽ റീച്ചസ് ദിസ് ആക്സോൺ ടെർമിനൽ, the synaptic vesicle move towards the membrane, okay, and presynaptic membrane നേരെ മൂവ് ചെയ്യുന്നു and break open and release into acetylcholine. Acetylcholine is released into the synaptic space. Okay, ഇവിടെ റിലീസ് ചെയ്യുന്നു. Acetylcholine released into the synaptic space, and in that synaptic space region, there we can see a lot of receptors, acetylcholine receptors. These acetylcholine receptors are located on the membrane of presynaptic region of muscle. മസിലിൻ്റെ പാർട്ടാണ് പ്രീസിനാപ്റ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ പാർട്ടാണ്. മസിലിൻ്റെ മെംബ്രെയിനിൽ സാർക്കോലെമയിൽ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റിൽ വി ക്യാൻ സീ ലോട്ട് ഓഫ് അസറ്റിൽകൊളൈൻ റിസെപ്റ്റേഴ്സ്. സോ ദിസ് അസറ്റിൽകൊളൈൻ ബൈൻഡ്സ് ദി റിസെപ്റ്റർ. വി ക്യാൻ സീ ഇൻ ദാറ്റ് ഇൻ പിക്ചർ. ഇവിടെ ഇതാണ് റിസെപ്റ്റർ എന്ന് പറയുന്നത്. റിസെപ്റ്ററിലേക്ക് റെഡ് കളർ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അവിടെ അസറ്റിൽകൊളൈൻ റിസെപ്റ്റർ ബൈൻഡ്സ് ടുഗദർ. അസറ്റിൽകൊളൈൻ റിസെപ്റ്റർ ബൈൻഡ്സ് ഇറ്റ്സ് മോളിക്യൂൾ acetylcholine. Okay, so that results opening of acetylcholine gated channels. Immediately after that, some acetylcholine gated sodium ion channels are opened. Okay, some acetylcholine gated channels are opened in the membrane. ഈ മെംബ്രെയിൻ ഏതാണ്? ഏതിൻ്റെ മെംബ്രെയിനാണ്? സാർക്കോലെമയാണ്. മോട്ടോർ എൻഡ് പ്ലേറ്റ്, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പഠിച്ച മോട്ടോർ എൻഡ് പ്ലേറ്റ് സാർക്കോലെമ. ആ സാർക്കോലെമയിൽ കാണുന്നതാണ് അസറ്റിൽകൊളൈൻ റിസെപ്റ്റർ. അസറ്റിൽകൊളൈൻ റിസെപ്റ്ററിൽ അസറ്റിൽകൊളൈൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്ത ഉടനെ എന്ത് സംഭവിക്കുന്നു? ഓപ്പണിംഗ് ഓഫ് അസറ്റിൽകൊളൈൻ ഗേറ്റഡ് ചാനൽസ്. അസറ്റിൽകൊളൈൻ ഗേറ്റഡ് ചാനൽസ് ആർ ഓപ്പൺഡ്. അപ്പോൾ ഈ സാർക്കോലെമ മെംബ്രെയിനിൽ സോഡിയം അയോൺ ചാനൽ ഉണ്ട്. അത് എന്താണ്? ലിഗാൻഡ് ഗേറ്റഡ് ആണ്. അസറ്റിൽകൊളൈൻ എന്ന് പറയുന്ന ലിഗാൻഡ് ബൈൻഡ് ചെയ്താൽ മാത്രം ഓപ്പൺ ആവുന്ന ചാനലാണ്. അങ്ങനെ അസറ്റിൽകൊളൈൻ എന്ന് പറയുന്ന ആ ലിഗാൻഡ് ഈ ഒരു ഇമ്പൾസ് വന്നപ്പോൾ അതിൻ്റെ സിനാപ്റ്റിക് വെസിക്കിൾ പൊട്ടി സിനാപ്റ്റിക് സ്പേസിലേക്ക് വന്ന് ഈ റിസെപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തു. അപ്പോൾ ലിഗാൻഡ് ബൈൻഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? അസറ്റിൽകൊളൈൻ ഗേറ്റഡ് ചാനൽ ഓപ്പൺ ആയി. This opening of acetylcholine gated channel results, or it allows large quantity of sodium ions inflow. Sodium ion enter into the cell. Sodium ion എന്ത് ചെയ്യും? മാക്സിമം സോഡിയം അയോൺ ആ മെംബ്രെയിനിലൂടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഓക്കെ, സോഡിയം അയോൺ എൻറ്റേർഡ് ഇൻ ടു ദി സെൽ. സോ concentration of sodium ion in the sarcoplasm increases. The sarcolemma, motor end plate contains so many acetylcholine receptor. Acetylcholine binds this receptor that causes opening of sodium ion channel. That results inflow of sodium ion. So the concentration of sodium ion in the sarcoplasm. Okay, മസിലിൻ്റെ ഉള്ളിൽ സാർക്കോപ്ലാസത്തിൽ ഈ സോഡിയം അയോൺ കോൺസെൻട്രേഷൻ increases. Okay, the charge of sodium ion is positive, 1 positive. So a positive increase of electrical potential. That results a positive increase of electrical potential. Due to the inflow of sodium ion, the potential, positive potential inside this membrane increases. A positive increase of electrical potential. So it creates a local positive potential change called end plate potential. Okay, എൻഡ് പ്ലേറ്റ് സാർക്കോലെമയിൽ കാണുന്ന റിസെപ്റ്ററിൽ അസറ്റിൽകൊളൈൻ ബൈൻഡ് ചെയ്ത് വഴിയായിട്ടുണ്ടായ ആ ചാനൽ ഓപ്പൺ ചെയ്തുകൊണ്ടുണ്ടായ സോഡിയം അയോണിൻ്റെ പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണിൻ്റെ ഇൻഫ്ലോ കൊണ്ട് പോസിറ്റീവ് ചാർജ് ഇൻക്രീസ് ചെയ്തതിനെ അങ്ങനെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് എൻഡ് പ്ലേറ്റ് പൊട്ടൻഷ്യൽ. എൻഡ് പ്ലേറ്റ് പൊട്ടൻഷ്യൽ ക്രിയേറ്റ്സ് എ ലോക്കൽ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ചേഞ്ച് കോൾഡ് എൻഡ് പ്ലേറ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, then this end plate potential, the generation of this end plate potential results opening of more and more sodium ion channels. More and more sodium ion channels are opened. It's a positive feedback mechanism. More and more sodium ion channels are opened. So
if there is enough sodium ion channels entered into the cell, if there is enough increase in positive potential, that results depolarization of the muscle fiber membrane. Okay, that results depolarization of the muscle fiber membrane. Okay, if there is enough amount of sodium ions entered, normally we know that inside the membrane sarcoplasm the charge is negative. എന്തുകൊണ്ട് നെഗറ്റീവ് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ചാർജ് ഈസ് നെഗറ്റീവ്. ഓക്കെ, നെർവസ് സിസ്റ്റത്തിൽ കണ്ടതാണ്. ഔട്ട്സൈഡ് എന്താണ്? പോസിറ്റീവാണ്. സോ ഇറ്റ് ഈസ് ഇൻ റെസ്റ്റിംഗ് സ്റ്റേറ്റ്. ഇൻ ദ റെസ്റ്റിംഗ് സ്റ്റേറ്റ് the charge inside is negative, outside is positive. But with the inflow of this sodium ion, large number of sodium ion entered into the cell, the potential is reversed. Now it becomes inside positive and outside negative. When it is converted its charge from negative to positive, okay, so sorry, that results depolarization of the muscle fiber membrane. That results depolarization of the muscle fiber membrane. Okay, depolarization of the muscle fiber membrane. So sodium channel ഓപ്പൺ ആവുമ്പോൾ സോഡിയം ഉള്ളിലേക്ക് വരുന്നു, അവിടെ ഡീപോളറൈസേഷൻ നടക്കുന്നു. ദെൻ വാട്ട് ഹാപ്പൻ? ഇമ്മീഡിയറ്റ്ലി വിത്തിൻ എ ഫ്യൂ മില്ലി സെക്കൻഡ് സോഡിയം ചാനൽസ് ക്ലോസ്ഡ് ആൻഡ് sodium channel closes and potassium channels open. Okay, sodium channels close and potassium channels open, leading to the repolarization. It is not a continuous process. Depolarization is not a continuous process. It is not an everlasting process. It will last only for few milliseconds. After that, what will happen? Sodium channels close and potassium channel open, leading to the reverse process, repolarization. Again, if potassium channel open, what will happen? Potassium move outward. Potassium ions move from inside to outside, from the sarcoplasm to outside. സാർക്കോപ്ലാസ്റ്റിലുള്ള പൊട്ടാസ്യം അയൺ പുറത്തേക്ക് പോകുന്നു. പൊട്ടാസ്യത്തിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവാണ്. അപ്പോൾ സോഡിയം ഉള്ളിലേക്ക് വന്നിട്ട് പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്തതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നു. മോർ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ഗോ ഔട്ട്വേർഡ്. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എഗെയിൻ the charge changed from positive to negative. Inside the charge become negative. Okay, അങ്ങനെ ചാർജ് വീണ്ടും പോസിറ്റീവ് നിന്ന് നെഗറ്റീവായിട്ട് മാറുന്നു ഇൻസൈഡ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അത് റീപോളറൈസ്ഡ് ആയി എന്ന് പറയാം. ഫസ്റ്റ് ഡീപോളറൈസേഷൻ നടന്നു, സോഡിയം ചാനൽ ക്ലോസ് ചെയ്ത് പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആകുമ്പോൾ ലീഡിങ് ടു ദി റീപോളറൈസേഷൻ. ഓക്കെ, സോ ഈ ഡീപോളറൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ആക്ച്വലി an action potential is generated. If there was a depolarization, we can say an action potential is generated on that particular region of sarcolemma. Okay, action potential thus generated spreads along the transverse tubule to the interior of the muscle fiber. We already discussed what is transverse tubule. Transverse tubule is the invagination of sarcolemma. Sarcolemma has so many invagination called transverse tubule. Specialized invagination. That invagination is seen connected with ആരുമായിട്ടാ പറഞ്ഞ കാൽസ്യം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലവുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ അവിടെ action potential is thus generated, spreads along the transverse tubule to the interior of the muscle fiber. Okay, action potential travels along the T-tubule. T-tubule വഴിയായി വന്നിട്ട് causes the release of calcium ions into the sarcoplasm. Okay, so from the sarcoplasmic reticulum, calcium ion is released into the sarcoplasm. സാർക്കോപ്ലാസത്തിലേക്ക് ഇങ്ങനെ ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾ വഴിയായിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ എത്തുമ്പോൾ അവിടെ നിന്ന് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലെ ചാനലുകൾ ഓപ്പൺ ആയിട്ട് കാൽസ്യം റിലീസ് ചെയ്ത് എവിടേക്ക് വരുന്നു? സാർക്കോപ്ലാസ്റ്റിലേക്ക് വരുന്നു. ഓക്കെ, അങ്ങനെ causes the release of calcium ion into the sarcoplasm. Spreading of calcium ions triggers the contraction of the muscle. ഇങ്ങനെ കാൽസ്യം അയോൺ സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് that results contraction of muscle. How it happen? That we will discuss later. Okay, സോ എങ്ങനെയാണ് കാൽസ്യം അയോൺ ഈ കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അടുത്ത ഭാഗമാണ്. റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ അസറ്റിൽകൊളൈൻ ഇൻ ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ പ്രിവെൻറ്റ്സ് കണ്ടിന്യൂഡ് റീ എക്സൈറ്റേഷൻ ഓഫ് ദ മസിൽ ഫൈബർ.
ഓക്കെ, അപ്പോൾ അസറ്റൈൽ കോളൈൻ അവിടെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അസറ്റൈൽ കോളൈൻ ബൈൻഡ് ചെയ്യുന്നതിൻ്റെ വഴിയായിട്ട് സോഡിയം അയോൺ ചാനൽ ഓപ്പണായി. ഓക്കെ, സോഡിയം ഉള്ളിലേക്ക് കയറി അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഡീപോളറൈസേഷൻ നടന്നു. നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജായിട്ട് മാറി. ഡീപോളറൈസേഷൻ നടന്നു. ഈ ഡീപോളറൈസേഷൻ എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുന്നു. സാർക്കോലെമ എൻഡ് പ്ലേറ്റിലൂടെ, മോട്ടർ എൻഡ് പ്ലേറ്റിലൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂൾ വഴിയായിട്ടുള്ള ഇൻവാജിനേഷൻ വഴി ഇറങ്ങി എവിടെ? സാർക്കോപ്ലാസ്മ റെട്ടിക്കുലത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി സാർക്കോപ്ലാസ്മ റെട്ടിക്കുലത്തിൽ നിന്ന് എന്ത് സംഭവിക്കും? കാൽസ്യം റിലീസ് ചെയ്യും. കണ്ടില്ലേ ആ ഒരു റെഡ് ആരോ കണ്ടില്ലേ? കാൽസ്യം റിലീസ് ചെയ്യുന്നത് കണ്ടില്ലേ? അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്ന സമയത്ത് കാൽസ്യം ഇങ്ങനെ പുറത്തേക്ക് റിലീസ് ചെയ്ത് പോകുന്നത് കണ്ടില്ലേ? അപ്പോൾ ആ കാൽസ്യം റിലീസ് ചെയ്യുന്ന എവിടേക്കാണ്? സാർക്കോപ്ലാസ്റ്റിലേക്കാണ്. കാൽസ്യം ഇങ്ങനെ സാർക്കോപ്ലാസ്മ റെട്ടിക്കുലത്തിൽ നിന്ന് സാർക്കോപ്ലാസ്റ്റിലേക്ക് കാൽസ്യം ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കാൽസ്യം റിലീസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് കാൽസ്യം ഇൻ ദി സാർക്കോപ്ലാസം ഇൻക്രീസസ്. കാൽസ്യം ഹാസ് എ മേജർ റോൾ ഇൻ കൺട്രാക്ഷൻ ഓഫ് മസിൽ. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ അടുത്ത് പറയും. അങ്ങനെ കൺട്രാക്റ്റ് ചെയ്യും. കാൽസ്യം വരുന്നതുകൊണ്ട് കൺട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അതിങ്ങനെ തുടർച്ചയായിട്ട് കൺട്രാക്റ്റ് ചെയ്യില്ല. അവിടെ അസറ്റൈൽ കോളൈൻ ബൈൻഡ് ചെയ്യുന്നിടത്തോളം ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ദെൻ എന്ത് വേണം? അസറ്റൈൽ കോളൈനെ സ്പ്ലിറ്റ് ചെയ്ത് അതിന് വീണ്ടും റിസപ്റ്റർ ഫ്രീ ആക്കണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. റാപ്പിഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി അസറ്റൈൽ കോളൈൻ ഇൻ ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ പ്രിവെൻറ്റ്സ് കണ്ടിന്യൂഡ് റീ എക്സൈറ്റേഷൻ ഓഫ് ദ മസിൽ ഫൈബർ. അങ്ങനെ അസറ്റൈൽ കോളൈനെ സ്പ്ലിറ്റ് ചെയ്ത് കളയണം. അപ്പോൾ അവിടെ എക്സൈറ്റേഷൻ അവസാനിക്കും. ഇനി മോളിക്കുലർ ബേസിസ് ഓഫ് കൺട്രാക്ഷൻ. അവിടെ കാൽസ്യം റിലീസ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. റിലീസ് ചെയ്തത് എങ്ങനെയാണ് കൺട്രാക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞില്ല. അതാണ് മോളിക്കുലർ ബേസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു തിയറി ഉണ്ട്. ദാറ്റ് തിയറി ഈസ് കോൾഡ് സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. H.E. ഹക്സ്ലി ആൻഡ് E.F. ഹക്സ്ലി, രണ്ട് ഹക്സ്ലിമാരാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. സ്ലൈഡിംഗ് ഫിലമെൻറ്റ് തിയറി. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, അക്കോർഡിംഗ് ടു ദിസ് തിയറി, എന്താണ് തിയറി പറയുന്നത്? ദ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ വിതൗട്ട് ഫിസിക്കൽ ഷോർട്ടനിങ്. ആക്റ്റിൻ ആൻഡ് മയോസിൻ, these are contractile protein, actin and myosin. They slide past each other. There is no physical contact, physical shortening. Okay, one above another. They are situated, they are placed one above another and they slide past each other without physical shortening. Physical shortening ഇല്ല. ആക്ച്വലി ഈ സാർക്കോമിയർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, സെഡ് ലൈൻ എന്താണെന്ന് പഠിച്ചു, ഐ ബാൻഡ് പഠിച്ചു, എ ബാൻഡ് പഠിച്ചു. ഇവിടെ സാർക്കോമിയർ എന്ന് പറയുന്നതിൻ്റെ ബിഫോർ ദി കൺട്രാക്ഷൻ സാർക്കോമിയറിൻ്റെ ലെങ്ത് എന്തായിരിക്കും? നോർമൽ ലെങ്ത് ആയിരിക്കും. ആഫ്റ്റർ കൺട്രാക്ഷൻ ഓർ ഡ്യൂറിങ് കൺട്രാക്ഷൻ സാർക്കോമിയർ ഷോർട്ടൻഡ്. The length of sarcomere is reduced. Actually, there is no reduction in the length of ആക്റ്റിൻ ആൻഡ് മയോസിൻ. ആക്റ്റിനും മയോസിനും ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. അത് മയോസിൻ്റെ ഉള്ളിലേക്ക് ആക്റ്റിൻ കയറിപ്പോവുക ചെയ്യുന്നത്. അതല്ലാണ്ട് ആക്റ്റിൻ്റെ ലെങ്ത്ത് കുറയുന്നില്ല, മയോസിൻ്റെ ലെങ്ത്ത് കുറയുന്നില്ല. സാർക്കോമിയറിൻ്റെ ലെങ്ത്ത് കുറയാൻ കാരണം ആക്റ്റിൻ്റെ ഉള്ളിലേക്ക് മയോസിൻ മാക്സിമം കയറിപ്പോയിട്ട് എഡ്സോണിൻ്റെ ലെങ്ത്താണ് കുറയുന്നത്. എഡ്സോണിൻ്റെ ലെങ്ത്ത് കുറയുന്നു. ആക്റ്റിൻ മയോസിൻ ഓവർലാപ്പിംഗ് റീജിയൻ ഇൻക്രീസ് ചെയ്യുന്നു. Okay, so as a result Z line move closer to each other and the muscle shortens. Muscle shorten ചെയ്യുന്നുണ്ട്, പക്ഷേ there is no physical shortening of actin and myosin filament. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത കോസസ് ഓഫ് സ്ലൈഡിംഗ് മൂവ്മെൻറ്റ്, മോളിക്കുലർ ബേസിസ് ഓഫ് കൺട്രാക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. മോളിക്കുലർ ബേസിസ് ഓഫ് കൺട്രാക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ്സ് എലോങ് ദി ട്രാൻസ്വേഴ്സ് ട്യൂബിൾ ടു ദി ഇൻറ്റീരിയർ ഓഫ് ദി മസിൽ ഫൈബർ. അത് ഓക്കെയാണല്ലോ. മസിൽ ഫൈബറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ് ചെയ്യുന്നു. ഇറ്റ് കോസസ് റിലീസ് ഓഫ് കാൽസ്യം അയോൺസ് ഇൻ ടു ദി സാർക്കോപ്ലാസം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കാൽസ്യം അയോൺ എന്ത് ചെയ്യും? സാർക്കോപ്ലാസിലേക്ക് റിലീസ് ചെയ്യും. സോ ഇൻക്രീസ് ഇൻ കാൽസ്യം ലെവൽ ഇൻ ദ സാർക്കോപ്ലാസം. ദാറ്റ് റിസൾട്ട്സ് the level of calcium ion in the sarcoplasm increases. The level of calcium ion in the sarcoplasm increases. ഇനി എന്ത് സംഭവിക്കും? കാൽസ്യം അയോൺ ഇൻക്രീസ് ചെയ്ത് എന്ത് സംഭവിക്കും? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ കുറച്ചും കൂടി മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കണം. ട്രോപ്പോമയോസിൻ, ട്രോപ്പോണിൻ എന്നൊക്കെ പറയുന്ന ചില സ്ട്രക്ചറുകളുണ്ട്. ആക്റ്റിൻ ഹാസ് 2 other important companions. Okay, actin is seen associated with 2 regulatory protein. One is called troponin and the second one is called tropomyosin. Troponin and tropomyosin. Tropomyosin run close to the actin filament throughout its length. It is a filament-like structure, just like the structure. It just imitate the structure of actin. Okay, both actin and tropomyosin are filament-like structure. ഓക്കെ, നമുക്കിവിടെ കാണാം ഒരു ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചർ ആക്റ്റിൻ്റെ കൂടെ തന്നെ. ആക്റ്റിൻ എന്ന് പറയുന്നത്
ആ സ്ഫിയർ ലൈക്ക് യെല്ലോ സ്ഫിയർ ലൈക്ക് സ്ട്രക്ചറാണ്. അതിൽ ഫിലമെൻ്റ് ആയിട്ട് പോകുന്നത് കംപ്ലീറ്റ് കണ്ടിന്യൂസ് ഫിലമെൻ്റ് ആയിട്ട് പോകുന്നത് മയോസിനാണ്. ബട്ട് ഇൻ ദ മയോസിൻ സ്ട്രക്ചർ വി ക്യാൻ ഓൾസോ സീ എ particular protein called troponin. Troponin has 3 subunits. ഓക്കെ, ഒരു ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് യെല്ലോ കളറിൽ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ ഇത് ട്രോപ്പോണിനാണ്. ഓക്കെ, സോ ട്രോപ്പോണിൻ എന്ന് പറയുന്നൊരു സംഭവം കൂടി ഇവിടെയുണ്ട്, ട്രോപ്പോണിൻ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ട്രോപ്പോണിൻ ഹാസ് 3 subunits. ട്രോപ്പോണിൻ ഐ, ട്രോപ്പോണിൻ സി, ട്രോപ്പോണിൻ ടി. മുമ്പ് പറഞ്ഞതാണ് ട്രോപ്പോണിൻ ഐ, ട്രോപ്പോണിൻ സി, ട്രോപ്പോണിൻ ടി. ട്രോപ്പോണിൻ ടി ഫോർ tropomyosin binding. Troponin is located on tropomyosin. Okay, so troponin attached to tropomyosin with the help of the subunit troponin T. So another subunit is troponin I. What is the role of troponin I? Troponin I masks the myosin binding site which is located on the actin region. Okay, so myosin head region has its own binding site on actin structure. ആക്റ്റിൻ സ്ട്രക്ചർ. ആക്റ്റിൻ സ്ട്രക്ചറിൽ മയോസിന് ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ബട്ട് അറ്റ് റെസ്റ്റ് ദിസ് മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആക്റ്റിൻ ഈസ് മാസ്ക്ഡ് ബൈ ട്രോപ്പോമയോസിൻ അലോങ് വിത്ത് ട്രോപ്പോണിൻ. ട്രോപ്പോമയോസിൻ്റെ കൺഫർമേഷൻ എന്ത് ചെയ്യുന്നു? ആ മയോസിൻ ബൈൻഡിങ് സൈറ്റ്, ആക്റ്റിനിൽ കാണുന്ന മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്യുന്നു. അതുകൊണ്ട് മയോസിൻ ബൈൻഡിങ് സൈറ്റ് വിസിബിൾ അല്ല. അതുകൊണ്ട് മയോസിൻ ഹെഡിന് വന്നിട്ട് ആക്റ്റിനിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ നോർമലി പറ്റില്ല. ബട്ട് വെൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ജനറേറ്റഡ്, ദിസ് ട്രോപ്പോണിൻ, അത് പറഞ്ഞില്ല, ട്രോപ്പോണിന് 3 സബ്യൂണിറ്റ് ഉണ്ട്. ട്രോപ്പോണിൻ ടി പറഞ്ഞു, ട്രോപ്പോണിൻ ഐ പറഞ്ഞു, മാസ്കിംഗ് ആണ്, മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്യുന്ന ആളാണ്. ഇറ്റ് ഓൾസോ ഹാസ് എ 3rd subunit. Okay, the 3rd subunit is called troponin C. Troponin C is for calcium binding. Troponin C has high affinity towards calcium. Okay, troponin Cക്ക് കാൽസ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ട്രോപ്പോണിൻ ഐയും ട്രോപ്പോണിൻ ടിയും ഒന്നുമല്ല, ട്രോപ്പോണിൻ സിക്ക് കാൽസ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാൽസ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ സാർക്കോപ്ലാസത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഉടനടി അത് കാൽസ്യത്തിന് ബൈൻഡ് ചെയ്യും. ട്രോപ്പോണിൻ സി സബ്യൂണിറ്റ് കാൽസ്യത്തിന് ബൈൻഡ് ചെയ്യും. ഓക്കെ, ട്രോപ്പോണിൻ സി സബ്യൂണിറ്റ് കാൽസ്യത്തിന് ബൈൻഡ് ചെയ്താൽ ദാറ്റ് റിസൾട്ട്സ് എ കൺഫർമേഷണൽ ചേഞ്ച് ഇൻ ദ ടോട്ടൽ സ്ട്രക്ചർ ഓഫ് ട്രോപ്പോമയോസിൻ ആൻഡ് ട്രോപ്പോണിൻ. Okay, and this tropomyosin and troponins I region move away from the myosin binding site. മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ടല്ലോ ആക്റ്റിനിലെ, അതിനെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ട്രോപ്പോമയോസിനും ട്രോപ്പോണിൻ ഐ സബ്യൂണിറ്റൊക്കെ കൂടിയിട്ട് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ട്രോപ്പോണിൻ സി എന്ന് പറയുന്ന സബ്യൂണിറ്റിൽ കാൽസ്യം ഒന്ന് ബൈൻഡ് ചെയ്താൽ ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും. ആ കൺഫർമേഷണൽ ചേഞ്ചിൻ്റെ വഴിയായിട്ട് എന്ത് സംഭവിക്കും? ആ ട്രോപ്പോണിൻ ഐ സബ്യൂണിറ്റ്, ട്രോപ്പോമയോസിൻ റീജിയൻ, മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റീജിയൻ അവിടെ നിന്ന് മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഈസ് നൗ എക്സ്പോസ്ഡ് ഫോർ മയോസിൻ ബൈൻഡിങ്. മയോസിൻ ബൈൻഡിങ് സൈറ്റ് എവിടെ കാണുക? ആക്റ്റിൻ്റെ സ്ട്രക്ചറിൽ കാണുന്ന ബൈൻഡിങ് സൈറ്റാണ്. ഓക്കെ, മയോസിൻ ബൈൻഡിങ് സൈറ്റ്. അതിനെ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആര്? ട്രോപ്പോണിൻ ഐയും ട്രോപ്പോമയോസിനും കൂടിയിട്ട്. ട്രോപ്പോണിൻ സിയിൽ കാൽസ്യം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടാവും, ടോട്ടൽ സ്ട്രക്ചർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ മാസ്കിങ് വിട്ടുപോകും. അപ്പോൾ ഈ കാൽസ്യം എവിടെ നിന്നാണ് വരുന്നത്? കാൽസ്യം വരണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു സ്റ്റിമുലസ് വരണം, സ്റ്റിമുലസ് ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ വരണം, അസറ്റോകോളിൻ റിലീസ് ആവണം, അസറ്റോകോളിൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്ററിൽ അവിടെ ഒരു സോഡിയം അയൺ ചാനൽ ഓപ്പൺ ആവണം, സോഡിയം ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണം, ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യണം, ആക്ഷൻ പൊട്ടൻഷ്യൽ സാർക്കോലിമ സ്പ്രെഡ് ചെയ്യണം, ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂളിൽ എത്തണം, ട്രാൻസ്വേഴ്സ് ട്യൂബ്യൂളിൽ നിന്ന് എവിടെ എത്തണം? സർക്കോപ്ലാസ്റ്റ് റെട്ടിക്കുലത്തിൽ എത്തണം. അവിടെ നിന്ന് അപ്പോൾ എന്തുണ്ടാവണം? ഒരു കൺഫർമേഷൻ ചേഞ്ച് ഉണ്ടായിട്ട് സാർക്കോപ്ലാസത്തിലേക്ക് കാൽസ്യം റിലീസ് ചെയ്യണം. അങ്ങനെയാണ് കാൽസ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ മസ്റ്റാണ് കാൽസ്യം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി അവിടെ കാൽസ്യം എവിടെ ഇതിൻ്റെ ഉള്ളിലിരിക്കുകയായിരിക്കും, സാർക്കോപ്ലാസം മെറ്റീരിയത്തിൻ്റെ ഉള്ളിലിരിക്കുകയായിരിക്കും. അങ്ങനെ കാൽസ്യം റിലീസ് ആവുന്നു. കാൽസ്യം റിലീസ് ആകുമ്പോൾ സം ഓഫ് ദ കാൽസ്യം ബൈൻഡ്സ് ദി ട്രോപ്പോണിൻ സി സബ്യൂണിറ്റ്. ട്രോപ്പോണിൻ സി സബ്യൂണിറ്റിൽ ബൈൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കും ദാറ്റ് മാസ്കിംഗ് ഈസ് പ്രിവെൻറ്റഡ്. ട്രോപ്പോണിൻ ഐ ട്രോപ്പോമയോസിൻ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. നൗ ദി മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഈസ് എക്സ്പോസ്ഡ്. നൗ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഈസ് എക്സ്പോസ്ഡ് ഫോർ മയോസിൻ ബൈൻഡിങ്. ക്ലിയർ അല്ലേ? സോ റോൾ ഓഫ് മയോസിൻ. അപ്പോൾ ഇനി എല്ലാം പന്ത് ആരുടെ കയ്യിലാണ്? മയോസിൻ്റെ കയ്യിലാണ്, മയോസിൻ ഹെഡിൻ്റെ കയ്യിലാണ്. ഓക്കെ, മയോസിൻ ഹെഡ് ഇനി എന്ത് ചെയ്യും നോക്കാം. കണ്ടോ, ഇവിടെ ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇവിടെ
ഈ ഹെഡ് റീജിയൻ, ഇതാണ് ഹെഡ് റീജിയൻ. ഓക്കെ, ഈ ഹെഡ് റീജിയൻ അവിടെ തല പൊന്തിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ, ഇതിങ്ങനെ തല ഉയർത്തി നിൽക്കുന്നു. സ്ട്രക്ചറിൽ നിന്ന് തല ഉയർത്തിയിട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരെ ബൈൻഡ് ചെയ്യുന്നത് കാണാം. ആക്റ്റിൻ, ആ യെല്ലോ കളറിൽ സ്ഫിയർ ഷേപ്പായിട്ട് കാണുന്ന ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യണമെങ്കിൽ ആക്റ്റിനുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റ് എക്സ്പോസർ ആവണം. അത് എക്സ്പോസ് ആയ കഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മയോസിൻ ഹെഡിന് പോയിട്ട്, മയോസിൻ ഹെഡിൽ എന്തുണ്ട്, 2 ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഒന്ന് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, രണ്ടാമത്തത് ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. മയോസിൻ ഹെഡ് ഹാസ് 2 ബൈൻഡിങ് സൈറ്റ്. വൺ ഈസ് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ATP ബൈൻഡിങ് സൈറ്റ്. ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിൽ ആര് വന്ന് ബൈൻഡ് ചെയ്യും? എവിടെ പോയി ബൈൻഡ് ചെയ്യാനാണ്? ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യാനല്ല. അപ്പോൾ ആക്റ്റിനിലെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. മയോസിൻ ഹെഡിൽ എന്തുണ്ട്, ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ബൈൻഡിങ് നടക്കും. പക്ഷേ എന്തുകൊണ്ടാണ് മീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നിരുന്നത്? ആക്റ്റിനിലുള്ള മയോസിൻ ബൈൻഡിങ് സൈറ്റ് മാസ്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മാസ്ക് റിലീസ് ചെയ്തു. കാൽസ്യം വന്നപ്പോൾ ട്രോപ്പോണിൻ C സബ് യൂണിറ്റ് അങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ആ മാസ്കിങ് റിലീസ് ചെയ്തു. മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഓഫ് ആക്റ്റിൻ ഇസ് എക്സ്പോസ്ഡ്. ഇപ്പോൾ മയോസിൻ ഹെഡിന് പോയിട്ട് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് വെച്ചിട്ട് മയോസിൻ ബൈൻഡിങ് സൈറ്റിൽ ബൈൻഡ് ചെയ്യാൻ പറ്റും. മയോസിൻ ഹെഡ് ഓൾസോ ഹാസ് ATP ബൈൻഡിങ് സൈറ്റ്. ഓക്കെ, 2 ബൈൻഡിങ് സൈറ്റ് ഉണ്ടെന്ന് പഠിച്ചല്ലോ മയോസിൻ ഹെഡിൽ. അപ്പം മയോസിൻ ബൈൻഡിങ് സൈറ്റ്, ആക്റ്റീവ് ബൈൻഡിങ് സൈറ്റും ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ATP ബൈൻഡിങ് സൈറ്റിൽ ആര് വന്ന് ബൈൻഡ് ചെയ്യും? ATP വന്ന് ബൈൻഡ് ചെയ്യും. ഓക്കെ, ബിഫോർ ബൈൻഡിങ് ടു ദി ആക്റ്റിൻ. ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് മയോസിൻ ഹെഡ് ATP ബൈൻഡിങ് സൈറ്റ് അറ്റാച്ചസ് ടു an ATP. ഓക്കെ, ദാറ്റ് ATP undergo hydrolysis. ATP undergo hydrolysis. ATP become ADP and PI. ATP become ADP and PI and energy is released. ATP become ADP and PI and energy is released. ATP undergo hydrolysis. ATP become ADP and PI. Energy is released. Okay. Utilizing the energy, myosin head now binds to the exposed active sites on actin. Okay, utilizing the energy, myosin head now binds to the exposed active sites on the actin. അപ്പോൾ ATP വരണം, ATP ബൈൻഡിങ് സൈറ്റിൽ ATP ബൈൻഡ് ചെയ്യാൻ വരണം. ഓക്കെ, മയോസിൻ്റെ ഹെഡിൽ. അങ്ങനെ ATP ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ATP എന്ത് ചെയ്യും? ഹൈഡ്രോളൈസ് ചെയ്യും. എന്നിട്ട് അതിന് ADP PI ഉണ്ടാവും, എനർജി ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് മയോസിൻ ഹെഡ് പോയിട്ട് ആക്റ്റിനിൽ പോയി ബൈൻഡ് ചെയ്യണം. അപ്പോൾ ATP നിർബന്ധമാണ്. ATP വരണം, ATP ഹൈഡ്രോളൈസ് ചെയ്യണം, എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. ആ എനർജി ഉപയോഗിച്ചിട്ട് മയോസിൻ ഹെഡ് എന്ത് ചെയ്യുന്നു? ആക്റ്റിനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, യൂട്ടിലൈസിങ് ദ എനർജി, മയോസിൻ ഹെഡ് നൗ ബൈൻഡ്സ് ടു ദി എക്സ്പോസ്ഡ് ആക്റ്റീവ് സൈറ്റ്സ് ഓൺ ആക്റ്റിൻ. ഓക്കെ, നൗ മയോസിൻ ഹെഡ് ബൈൻഡ്സ് ദി ആക്റ്റിൻ ആൻഡ് എ ക്രോസ് ബ്രിഡ്ജ് ഇസ് ഫോം. ഓക്കെ, ദാറ്റ് പർട്ടിക്കുലർ സ്ട്രക്ചർ ഈസ് കോൾഡ് എ ക്രോസ് ബ്രിഡ്ജ്. എ ക്രോസ് ബ്രിഡ്ജ് ഈസ് ഫോം. കണ്ടോ, ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷനാണ്. മുകളിൽ ബൈൻഡ് ചെയ്തിട്ടില്ല, ATP ADP PI ആയിട്ട് മാറി എനർജി റിലീസ് ചെയ്തു. അത് ഉപയോഗിച്ചിട്ട് സെക്കൻഡ് നമ്പർ 2, നമ്പർ 1 കൊടുത്തിരിക്കുന്നത് നോക്കിയേ, മയോസിൻ ഹെഡ് സ്പ്ലിറ്റ്സ് ATP ആൻഡ് ബിക്കം റീഓറിയൻറ്റഡ് ആൻഡ് എനർജൈസ്ഡ്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, മയോസിൻ ഹെഡ് ബൈൻഡ് ടു ആക്റ്റിൻ ഫോമിങ് ക്രോസ് ബ്രിഡ്ജ്. ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തു. ക്ലിയർ അല്ലേ? അങ്ങനെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 4th പോയിന്റ് നോക്കുക. ദിസ് പുൾസ് ദി അറ്റാച്ച്ഡ് ആക്റ്റിൻ ഫിലമെന്റ് ടുവേഴ്സ് ദി സെന്റർ ഓഫ് എ ബാൻഡ്. This pulls the attached actin filaments towards the center of a band. ഓക്കെ, അവിടെ നിന്ന് ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട്സ് എ പവർ സ്ട്രോക്ക്. പവർ സ്ട്രോക്ക് എന്ന് വിളിക്കുക. വളരെ ഫോഴ്സ് ചെയ്തിട്ട് ഈ ആക്റ്റിനെ H സോണിലേക്ക്, എ ബാൻഡിലേക്ക് പിടിച്ച് തള്ളും. മയോസിൻ ഹെഡ് റീജിയൻ ആക്റ്റിനെ എ ബാൻഡിൻ്റെ ഭാഗത്തേക്ക്, ഓർ വി ക്യാൻ സേ H സോണിലേക്ക് തള്ളും, സെൻറ്ററിലേക്ക് തള്ളും, സാർക്കോമിയറിൻ്റെ സെൻറ്ററിലേക്ക് തള്ളും. ഓക്കെ, so what will happen? The Z line attaches to this actin are also pulled inward. Actin is attached to, actually actin is seen at the start from the boundary of sarcomere. Boundary of sarcomere is called Z line. Okay, actin is attached to Z line. Okay, so Z line attaches to this actin are pulled inwards. Z line attached to this actin are also pulled inwards. ഉള്ളിലേക്ക് തള്ളും.
That results shortening of the sarcomere, that is contraction. Shortening of the sarcomere, that is contraction. Shortening of the sarcomere, that is called contraction of muscle. Shortening of the sarcomere, that is contraction. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് റിപ്പീറ്റ് അടിച്ച് കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ സെഡ് ലൈൻ മൂവ് ചെയ്യുന്നു, ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ആ പിക്ചർ നോക്കിയാൽ സെഡ് ലൈൻ എവിടെയെന്ന് അറിയാം. ആക്റ്റിൻ സെഡ് ലൈനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക. എന്താണ് എച്ച് സോൺ? എച്ച് സോൺ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പോർഷനാണ്. അങ്ങനെ സെഡ് ലൈനെ തള്ളി ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ആക്റ്റിനെ ഉള്ളിലേക്ക് വലിച്ചിടുമ്പോൾ എച്ച് സോണിൻ്റെ ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്റ്റിൻ മയോസിൻ ഓവർലാപ്പിംഗ് റീജിയൻ കൂടും. ഓക്കെ, ദാറ്റ് റിസൾട്ട് ഷോർട്ടനിങ് ഓഫ് ദി സർക്കോമിയർ, ദാറ്റ് ഈസ് കോൾഡ് കൺട്രാക്ഷൻ. ഓക്കെ, ആ പിക്ചർ നോക്കിയാൽ അറിയാം. മുകളിൽ കാണുന്ന പിക്ചറിൽ എ ബാൻഡ് കൊടുത്തിട്ടുണ്ട്, സെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ആക്റ്റിൻ മയോസിൻ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പിക്ചറിൽ, അതിൻ്റെ തൊട്ട് താഴെയുള്ള റെഡ് കളറുള്ള പിക്ചറിൽ, അവിടെ ആ കൺട്രാക്ഷൻ നടക്കുന്നതാണ്. സെഡ് ലൈൻ ഉള്ളിലേക്ക് മൂവ് ചെയ്തിട്ട് ആക്റ്റിൻ ഇൻവേർട്ട് പുള്ള് കാരണം ഉള്ളിലേക്ക് മൂവ് ചെയ്തിട്ട് ആ ആക്ച്വൽ ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്, സാർക്കോമിയറിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. സോ ഡ്യൂറിങ് കൺട്രാക്ഷൻ ദ ഐ ബാൻഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്. ഐ ബാൻഡ് റെഡ്യൂസ് ചെയ്യാൻ കാരണം എന്താ? മയോസിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഐ ബാൻഡ് എന്ന് പറയുന്നത് ആക്റ്റിൻ എലോൺ റീജിയനാണ് ഐ ബാൻഡ്. ആക്റ്റിൻ മാത്രം കാണുന്ന റീജിയനാണ് ഐ ബാൻഡ്. ആക്റ്റിൻ പ്ലസ് മയോസിൻ റീജിയൻ എ ബാൻഡിലാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഇൻവേർട്ട് ചെയ്ത് കയറുമ്പോൾ, ആക്റ്റിൻ ഉള്ളിലേക്ക് കയറുമ്പോൾ ആക്റ്റിൻ എലോൺ റീജിയൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഐ ബാൻഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്. പക്ഷേ എ ബാൻഡ് എന്തെങ്കിലും സംഭവിക്കും? എ ബാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മയോസിൻ്റെ ലെങ്ത്താണ്. അതിലിപ്പോൾ ആക്റ്റിൻ ഓവർലാപ്പ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, ടോട്ടൽ മയോസിൻ്റെ ലെങ്ത്താണ് എ ബാൻഡ്. സോ ദ ലെങ്ത് ഓഫ് എ ബാൻഡ് റിമെയിൻ ആസ് സച്ച്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ലെങ്ത് ഓഫ് എ ബാൻഡ്. So myosin releasing the ADP and PI goes back to its relaxed state. ഇപ്പോൾ ഇവിടെ കൺട്രാക്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ത് സംഭവിക്കും? എ ഡി പിയും പി ഐ റിലീസ് ചെയ്ത് പോകും. എ ടി പി ബൈൻഡിങ് സൈറ്റിൽ ഇപ്പോൾ ഇരിക്കുന്നത്, എ ടി പി ഹൈഡ്രോളൈസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്തു. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് അത് ബൈൻഡ് ചെയ്തിട്ടാണ് ആ ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്ത് പവർ സ്ട്രോക്ക് ഉണ്ടായത്. അങ്ങനെ ഉള്ളിലേക്ക് തള്ളി ഇൻവേർട്ട് പുള്ളിങ് ഉണ്ടായി. ഇങ്ങനെ ഇൻവേർട്ട് പുള്ളിങ് ഉണ്ടായ ശേഷം എ ഡി പിയും പി ഐ റിലീസ് ചെയ്ത് പോകും. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യും. പക്ഷേ അതൊന്ന് വിടണം എന്നുണ്ടെങ്കിൽ, ആക്റ്റിനെ വിട്ട് മാറി പഴയ അവസ്ഥയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ ന്യൂ എ ടി പി. അതർവൈസ് ഇറ്റ് വിൽ റിമെയിൻ അറ്റാച്ച്ഡ് ടു ആക്റ്റിൻ. If a new ATP comes, then only this myosin head detached from the actin. Otherwise, it will remain attached to actin. Clear alle? So, the new ATP binds and the cross bridge is broken. ഒരു പുതിയ ATP വന്നു കഴിഞ്ഞാൽ cross bridge is released. Now the myosin head is free. Again ATP undergo hydrolysis, energy is produced. Again this myosin head binds the actin, inward pulling, ADP and PI is released, new ATP comes, it is detached from actin, again ATP undergo hydrolysis, energy is formed, binds. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സൈക്കിൾ ഓഫ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ആൻഡ് ബ്രേക്കേജ് ഈസ് റിപ്പീറ്റഡ്, കോസിങ് ഫർദർ സ്ലൈഡിങ്. അങ്ങനെ ആ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഓരോ പോയിൻ്റായിട്ട് നോക്കുക. നമ്പർ 1 പോയിന്റ്, മയോസിൻ ഹെഡ് സ്പ്ലിറ്റ് ATP and become reorganized and energized. Second step നോക്കുക, myosin head binds to actin forming a cross bridge. Okay, myosin head bind to actin forming cross bridge. Third point നോക്കുക, myosin heads rotate towards center of the sarcomere. പവർ സ്ട്രോക്ക് ജനറേറ്റ് ചെയ്യുന്നു. സെൻറ്റർ ഓഫ് സാർക്കോമിയറിലേക്ക് എച്ച് സോണിൻ്റെ ഭാഗത്തേക്ക് അത് മയോസിൻ ഹെഡ് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആക്റ്റിനെ ഇൻവേർട്ട് പുള്ളിങ് നടക്കുന്നു. ആസ് മയോസിൻ ഹെഡ് ബൈൻഡ്സ് ATP, ദ ക്രോസ് ബ്രിഡ്ജ് ഡിറ്റാച്ച് ഫ്രം ആക്റ്റിൻ. പുതിയ ATP ബൈൻഡ് ചെയ്യുമ്പോൾ അത് ഡിറ്റാച്ച് ചെയ്ത് വരുന്നു. ഇനി വീണ്ടും ATP ഹൈഡ്രോളിസിസ്, ADP ആയിട്ട് മാറുന്നു, ADP PI ആയിട്ട് മാറുന്നു, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും ബൈൻഡ് ചെയ്യുന്നു. ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തു. ഇതാണ് ആ സൈക്കിൾ. ഓക്കെ, സൈക്കിൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒരു മിസ്റ്റേക്സും വരുത്താതെ ക്ലിയറായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ടെർമിനേഷൻ ഓഫ് മസിൽ കൺട്രാക്ഷൻ. ഹൗ ദിസ് മസിൽ കൺട്രാക്ഷൻ ടെർമിനേറ്റഡ്? ദാറ്റ് മീൻ റിലാക്സേഷൻ. എങ്ങനെയാണ് റിലാക്സേഷൻ നടക്കുന്നത്? So the process continues till the Ca2+ ions are pumped back to the sarcoplasmic cistern. Okay. അപ്പോൾ കാൽസ്യം ഇവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വന്ന് സോഡിയം അയോൺ സ്പ്രെഡ് ചെയ്ത് ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നിട്ട് അത് നേരെ ട്രാൻസ്ഫേസ് ട്യൂബുകൾ വഴിയായിട്ട് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വന്നിട്ട് കാൽസ്യം റിലീസ് ചെയ്തു.
As long as calcium present in the sarcoplasm, this process continues. ഓക്കെ, അവിടെ റിലാക്സേഷൻ നടക്കില്ല, കൺട്രാക്ഷൻ തന്നെ നടന്നുകൊണ്ടിരിക്കും. ബട്ട് വെൻ ദിസ് കാൽസ്യം അയോൺ ആർ പംപ് ബാക്ക് ഇൻ ടു ദി സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, സാർക്കോപ്ലാസ്മിക് സിസ്റ്റേണയിലേക്ക് ഈ കാൽസ്യം മുഴുവൻ തിരിച്ച് എപ്പോഴാണ് കയറുന്നത്? അങ്ങനെ കയറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തുകൊണ്ടാണ് ഈ കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ള ലോജിക്കൽ ഐഡിയ കൃത്യമായിട്ടുണ്ടാവണം. ഞാൻ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പറയാം. സോഡിയം അയോൺ ആദ്യം ഒരു ഇമ്പൾസ് വരുന്നു. ഇമ്പൾസ് അസറ്റിൽ കൊളൈൻ റിലീസ് ആവാൻ കാരണമാവുന്നു. അസറ്റിൽ കൊളൈൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, സാർക്കോലെമയിലെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുന്നു. സാർക്കോലെമയിലുള്ള സോഡിയം അയോൺ ചാനൽ ഓപ്പൺ ആവുന്നു. സോഡിയം ഇൻഫ്ലോ ഉണ്ടാകുന്നു. പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡീപോളറൈസേഷൻ നടക്കുന്നു. ഇതിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേഷൻ എന്ന് വിളിക്കുക. ആക്ഷൻ പൊട്ടൻഷ്യൽ സ്പ്രെഡ്സ് over the membrane and finally it reaches transverse tubule. Transverse tubule is connected to sarcoplasmic cisternae. Okay, അപ്പോൾ ഫ്രം ദി സാർക്കോപ്ലാസ്മിക് സിസ്റ്റേണെ കാൽസ്യം അയോൺസ് ആർ റിലീസ്ഡ്. കാൽസ്യം അയോൺ റിലീസ് ചെയ്താൽ എങ്ങനെയാണ് കോൺട്രാക്ഷൻ നടക്കുന്നത്? കാൽസ്യം അയോൺ നേരെ പോയിട്ട് ട്രോപ്പോണിൻ സി സബ് യൂണിറ്റ് ബൈൻഡ് ചെയ്യും. ട്രോപ്പോണിൻ സി സബ് യൂണിറ്റ് ബൈൻഡ് ചെയ്യുമ്പോൾ ട്രോപ്പോണിൻ ഐ, ടോട്ടൽ ഒരു കൺഫർമേഷൻ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ട്രോപ്പോണിൻ ഐ ആൻഡ് ട്രോപ്പോമയോസിൻ മാസ്ക് ചെയ്യുന്ന പരിപാടി നിർത്തും. മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്യുന്ന പരിപാടി നിർത്തും. അപ്പോൾ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ഇസ് നൗ എക്സ്പോസ്. അപ്പോൾ മയോസിൻ ഹെഡ് റീജിയനിൽ ATP ബൈൻഡ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുക. പക്ഷേ അത് ബൈൻഡിങ് സൈറ്റ് കാണാതെ ബുദ്ധിമുട്ടി നിൽക്കുമായിരുന്നു. ഇപ്പോൾ മയോസിൻ ബൈൻഡിങ് സൈറ്റ് ആക്ടിനിൽ എക്സ്പോസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ മയോസിൻ ഹെഡിൽ ATP ബൈൻഡ് ചെയ്യുന്നു. ATP അണ്ടർഗോ ഹൈഡ്രോളിസിസ്, എനർജി റിലീസ് ബൈ യൂസിങ് ദാറ്റ് എനർജി. മയോസിൻ ഹെഡ് ബൈൻഡ്സ് ദി ആക്ടിൻ ആൻഡ് എ ക്രോസ് ബ്രിഡ്ജ് is formed. A power stroke is generated that results inward pulling of actin. Sarcomere length is reduced, I band is reduced, A band remain as such. Okay, shortening of sarcomere. Immediately then what will happen? ADP and PI is released. New ATP attached, occupied on the ATP binding site. If a new ATP comes, what will happen? This myosin head released, detached from the actin and ATP undergo hydrolysis. ADPPI energy is produced, again it binds. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് കൺട്രാക്ഷൻ. റിലാക്സേഷൻ ഇല്ല. റിലാക്സേഷൻ നടക്കണമെന്ന് എന്ത് സംഭവിക്കണം? കാൽസ്യം അയോൺ തിരിച്ച് കൂട്ടി കയറണം. എവിടെ കയറണം? ആ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, സാർക്കോപ്ലാസ്മിക് സിസ്റ്റേണയിലേക്ക് തിരിച്ച് കയറണം. ഓക്കെ, അപ്പോൾ കാൽസ്യം അയോൺ പോയി കഴിഞ്ഞാൽ സംഭവിക്കും? ട്രോപ്പോണിൻ സി ഇപ്പോൾ ഫ്രീ ആയി. ട്രോപ്പോണിൻ സി ഫ്രീ ആയി കഴിഞ്ഞാൽ ട്രോപ്പോണിൻ ഐ, ട്രോപ്പോണിൻ ടി ഒക്കെ കൺഫർമേഷൻ ചേഞ്ച് വന്നു, ഒറിജിനൽ പൊസിഷനിൽ പോവും. ഒറിജിനൽ പൊസിഷൻ എന്ന് പറയുന്നത് എന്താ? അത് മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്യും. മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ മാസ്ക് ചെയ്തെന്ന് സംഭവിക്കും? മയോസിൻ ഹെഡിന് ആക്ടിനിൽ പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ATP ഉണ്ടെങ്കിൽ ATP ഹൈഡ്രോളിസിസ് നടത്തി എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് പോയി ബൈൻഡ് ചെയ്ത് തള്ളാൻ പറ്റില്ല. ഇൻവേർഡ് പുള്ളിങ് പോസിബിൾ അല്ല. അപ്പോൾ അതുവരെ പുള്ളി ചെയ്ത് കൺട്രാക്ട് ചെയ്ത് ഓരോ പുള്ളിങ്ങിലും ഓരോ മൈന്യൂട്ട് കൺട്രാക്ഷനാണ്. കൺട്രാക്ട് ചെയ്ത് വെച്ച സാധനം ഈ മയോസിൻ ഹെഡ് റിലീസ് ആയതുടനെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് സ്പ്രിങ് ഇങ്ങനെ അമർത്തി പിടിച്ച് നമ്മൾ ആ ഫോഴ്സ് കൊടുക്കുന്നത് വിട്ട് കഴിഞ്ഞാൽ ഉടനടി ആ സ്പ്രിങ് ബും എന്ന് പറഞ്ഞിട്ട് പഴയ പൊസിഷനിലേക്ക്, റിലാക്സ്ഡ് പൊസിഷനിലേക്ക് തിരിച്ചു പോകും സ്പ്രിങ്. അതേപോലെ തന്നെ ഇതിനെങ്ങനെ മയോസിനെ ഉപയോഗിച്ച് മയോസിൻ ഹെഡ് ഉപയോഗിച്ച് കൺട്രാക്ട് ചെയ്ത് പോയ സംഭവം എപ്പോഴാണോ ആ മയോസിൻ ഹെഡ് റീജിയണിന് ബൈൻഡ് ചെയ്യേണ്ട ആ സൈറ്റ് മാസ്ക് ചെയ്യപ്പെടുന്നത്. കാരണം എന്താ? ട്രോപ്പോണിൻ സി ഇപ്പോൾ കാൽസ്യം പോയി, ട്രോപ്പോണിൻ ഐ വീണ്ടും വന്ന് മാസ്ക് ചെയ്യാണ്. അങ്ങനെ മാസ്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? അത് കൺട്രാക്ട് ചെയ്തിരുന്ന സംഭവം സ്പ്രിങ് ലൂസായ പോലെ മയോസിൻ ഹെഡ് അവിടെ നിന്ന് പിടിവിട്ടു, കംപ്ലീറ്റ് റിലാക്സേഷനിലേക്ക് പോയി. ദ കാൽസ്യം അയോൺസ് ആർ പമ്പ് ബാക്ക് ഇൻ ടു ദി സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, ദാറ്റ് ഇസ് ത്രൂ കാൽസ്യം പമ്പ്. ഓക്കെ, when the myosin binding sites are not exposed, myosin cannot bind actin. ഫോർത്ത് പോയിന്റിൽ നോക്കാം. കാൽസ്യം അയോൺ എന്ത് ചെയ്തു? പമ്പ് ബാക്ക് ഇൻ ടു ദി സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ത്രൂ കാൽസ്യം പമ്പ്, ആക്റ്റീവായിട്ട് കാൽസ്യം പമ്പ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, സ്റ്റോർ ദീസ് ദെയർ അൺടിൽ എ ന്യൂ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ജനറേറ്റഡ്. പുതിയ ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്ന പോലെ കാൽസ്യം എവിടെ തന്നെ ഇരിക്കും? കൂട്ടിനുള്ളിൽ ഒതുങ്ങിയിരിക്കും. Tropomyosin troponin complex return to its original position on the actin molecule. They block the myosin binding site. ക്ലിയർ ആയി വരിക്കുന്നു. മയോസിൻ ബൈൻഡിങ് സൈറ്റിനെ വീണ്ടും ബ്ലോക്ക് ചെയ്യും. പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ കാൽസ്യം വീണ്ടും വരണം. പ്രിവെൻറ്റ് ദ ഫോർമേഷൻ ഓഫ് ക്രോസ് ബ്രിഡ്ജ്. When the myosin binding sites are not exposed, myosin cannot bind actin. When the myosin binding sites are not exposed, myosin cannot bind actin. This causes the return of Z lines back to their original position. That is called relaxation. Okay, this causes the return of Z lines back to their
ഒറിജിനൽ പൊസിഷൻ, പഴയ പൊസിഷനിലേക്ക് തിരിച്ചെത്തുന്നു. ദാറ്റ് ഈസ് കോൾഡ് റിലാക്സേഷൻ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണം. മറ്റേ ടോപ്പിക്ക് പോലെയല്ല, മറ്റേതൊക്കെ വെറും തിയറി മാത്രമാണ്. ഇത് കുറച്ചൊരു ലോജിക്കൽ കൺസെപ്ച്വൽ ഐഡിയ വരുന്നൊരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നത് നന്നായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം, ഫോൺ വിളിച്ച് ചോദിക്കാം. ഇനി ഒന്നുകൂടി ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കണമെന്ന് പറയാം. ഓക്കെ, ഏതെങ്കിലും ഭാഗം അറിയാത്തുണ്ടെങ്കിൽ ആ ഭാഗം ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.